ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്തൃ ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർക്ക് നമുക്ക് നൽകിയിരിക്കുന്ന കർത്തൃ ദിവസത്തിൽ ആണ്ടവർ നമ്മളോട് എന്നെ പേശണമെന്ന് ആണ്ടവർ വിചാരിക്കുന്നത് അത് നമുക്ക് കേട്ടിടാം. ഇന്ന് എപ്പിസോഡ് 176 C25 താൻ നമ്മൾക്ക് വസിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ ഇന്ന് കൊലുസ്യ നിരുപം 1:27 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നാടി നമ്മൾ கொஞ்சம் പിന്നാടി പോയിട്ട് നമുക്ക് അതിൽ നിന്നും கொஞ்சம் കൂടെ പഠിച്ചിടാം. ആണ്ടവർ നമ്മളോട് പേശുന്നത് നമുക്ക് പാക്കലാം. ആണ്ടവർ എന്താണ് നമ്മുടെ ആത്മീയ ഇതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ആത്മീയ ലാഭത്തിന് വേണ്ടി ആണ്ടവർ എന്താണ് നമ്മൾ പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് നമുക്ക് പാക്കലാം. അതുകൊണ്ട് നമുക്ക് അവൻ മൂലം നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ கிடைக்குமாറാകട്ടെ. ഇന്ന് നമ്മൾ 25 വാക്യത്തിൽ നമ്മൾ വാസിച്ചാച്ച് വേർ ഓഫ് ഐ ആം മേഡ് ഞാൻ ഒരു ദാസനായി എന്നെ എടുത്താച്ചേ. എന്തെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ് ഞാൻ ആണ്ടവരുടെ ചുമതലയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം അല്ലെങ്കിൽ ആണ്ടവർ എന്നോട് എന്നാ ചൊല്ലണമെന്ന് ചൊല്ലിയ കാര്യങ്ങൾ പേശുവാൻ തക്കോണം ആണ്ടവർ എന്നെ എടുത്താച്ചേ. അത് എനിക്ക് അവൻ തന്നിരിക്കെ അതുമൂലം എന്നാ പറ്റും, അതുമൂലം ആണ്ടവരുടെ വചനം അതിൻ്റെ നിറവ് വന്നിടും. അന്നേരം ആണ്ടവരുടെ വചനത്തിൻ്റെ നിറവ് വരണമെന്നുണ്ടെങ്കിൽ ആണ്ടവർ നമ്മളോട് പേശണം. നമ്മൾ ആണ്ടവരോട് പേശുമ്പോൾ ആണ്ടവരുടെ വചനത്തിൽ നിന്നും നമുക്ക് തിരിയും. ഇത് ആണ്ടവരുടെ വചനം അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം നമ്മളോട് ചൊല്ലിയിരിക്കെ നമുക്ക് 26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഈവൻ ദ മിസ്റ്ററി വിച്ച് ഹാസ് ബീൻ ഹിഡ് ഫ്രം ഏജസ്. അതായത് ദൈവത്തിൻ്റെ രഹസ്യം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ യുഗാനുയുഗമായിട്ട് അത് അടച്ചു വെച്ചിരുന്ന അത് നമുക്ക് ആർക്കും തിരിയാതെ വെച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പം എന്നാ പറ്റി ആണ്ടവർ പൗലോസ് മുഖാന്തരം വെളിയിൽ കൊണ്ടുവന്നാച്ച് എന്താണ് ആ രഹസ്യം എന്ന് ചൊല്ലിയാൽ അത് നമുക്കിങ്ങനെ അതെന്നതെന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ഹിസ് അത് അവൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ അവൻ്റെ ഭക്തന്മാർക്ക് അറിയിക്കുക. അതായത് അവൻ്റെ ഭക്തന്മാർ ആയ വിശ്വാസികൾക്ക് അറിയിക്കുക. അതായത് നമ്മൾ ആണ്ടവരുടെ ഭക്തന്മാരാണ് അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ അവനെ നേസിക്കുകയും അവൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുകയും അവൻ ചൊല്ലിയത് മാതിരി നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, അവൻ്റെ ചിത്തം നമ്മൾ ചെയ്യുകയാണ്, അവൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുകയാണ്. അവൻ ചെയ്യുമ്പോൾ അത് അന്നേരം അങ്ങനെയുള്ള നമ്മളോട് എന്നാ ചൊല്ലുകയാണ്. കാരണം നമുക്ക് ആണ്ടോട് നമ്മൾ പേശണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നായിരിക്കണം, നമ്മൾ നേരത്തെ വാസിച്ചാച്ച് നമ്മൾ പഠിച്ചാച്ച് നമ്മൾ പവിത്രരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം. അപ്പടി നമ്മൾ കുറ്റമില്ലാത്തവരെ പാപമില്ലാത്തവരെ നിഷ്കളങ്കരായി തീർന്നെങ്കിൽ മറ്റും താൻ ആണ്ടവർ നമ്മളോട് പേശാൻ മുടിയും. അത് നമ്മൾ നിഷ്കളങ്കരാ, കുറ്റമില്ലാത്തവരാ, നമുക്ക് കളങ്കമില്ലാത്തവരാ, നമ്മൾ പാപം പണ്ണാത്തവരാ, നമ്മൾ പവിത്രരാ നമ്മൾ ചൊല്ലിയാൽ എല്ലാ മനുഷ്യനും കുറ്റമെല്ലാം നമുക്കിരിക്കും. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ബഹുമൂല്യ രക്തം നമുക്ക് വേണ്ടി അവൻ ചിന്തിയപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ രക്തം നമുക്ക് തന്നപ്പോൾ അല്ലെങ്കിൽ രക്തം മുഖാന്തരം നമുക്ക് എന്നാ പറ്റി, പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ കിടച്ചാച്ച്, അതായത് നമ്മളെ പവിത്രരാക്കിയാച്ച്, നമ്മളെ നിഷ്കളങ്കരാക്കിയാച്ച്, നിർദോഷാക്കിയ ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യം തന്നെ ഞാൻ പിന്നെയും റിപ്പീറ്റ് പണു. അതെല്ലാം നമ്മൾ ആക്കിയാച്ച് എന്നിട്ട് നമ്മൾ എന്നാ പറ്റും, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മക്കൾ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പ്രിയ മാനവർ താൻ, അതായത് ആണ്ടവർക്ക് പ്രിയപ്പെട്ടവർ താൻ നാം. കാരണം ആണ്ടവരുടെ ചിത്തം ചെയ്യുന്നവർ, ആണ്ടവർക്ക് അവൻ്റെ മനസ്സിലിരിക്കുന്ന ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവന് വേണ്ടി നമ്മൾ ഫലം കായ്ക്കുമ്പോൾ, അവന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ, അവന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അവന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ പണ്ണുമ്പോൾ എന്നാ പറ്റും, ആണ്ടവർ
ആണ്ടവർക്ക് അവൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തും. നമ്മളോട് മനസ്സിലേ ഇരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணணும்? നമ്മൾ പവിത്രരായിരിക്കണം. ഇങ്ങനെ சொல்லு നമ്മൾ 26 വാക്യത്തിൽ ഈ രഹസ്യങ്ങളെല്ലാമേ അല്ലെങ്കിൽ അവൻ വെച്ചിരുന്നത് എല്ലാമേ ഇപ്പം തൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നാച്ച് ഇപ്പം നമുക്ക് രഹസ്യങ്ങളുടെ ആ ഉറവിടം തുറന്നാച്ച് തുറന്നിട്ട് നമുക്ക് ആ രഹസ്യങ്ങൾ നമുക്ക് കിട്ടിയാച്ച് നമ്മൾ ആ രഹസ്യങ്ങൾ നമ്മൾ വാസിച്ചു എല്ലാമേ നമ്മൾ വാസിച്ച് 27 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? To whom God would make known what is the riches of glory. അന്നേരം അവൻ എന്നാ ചെയ്താച്ചേ? അവൻ്റെ മഹത്വത്തിൻ്റെ ധനമാഹാത്മ്യം നമ്മളോട് ചൊല്ലിയിട്ട് 27 മലയാളത്തിൽ അവൻ ആരോട് ചൊല്ലിയാച്ചേ? ജാതികളുടെ നമ്മൾ അന്യജാതിക്കാർ താൻ അല്ലെങ്കിൽ ജാതികൾ താൻ. നമ്മൾ യഹൂദന്മാരല്ല. നമ്മൾ ആണ്ടവർക്ക് നമുക്ക് ചിത്തമുള്ള മക്കൾ അല്ല. നമ്മൾ ആണ്ടവർക്ക് ചിത്തമില്ലാത്തവർ, പാപികൾ, ദോഷികൾ, ആണ്ടവർ തിരഞ്ഞെടുത്ത യഹൂദന്മാരോടല്ല ഇത് சொல்லுது. നമ്മൾ ആണ്ടവരുടെ ബഹുമൂല്യ രക്തം മൂലം നമ്മളെ വീണ്ടെടുത്ത തൻ്റെ ഭക്തജനങ്ങളോട് താൻ சொல்லுது. അത് എന്നാ சொல்லுது? അവൻ്റെ മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ മഹിഷയുടെ അതിൻ്റെ ധനമഹാത്മ്യം അല്ലെങ്കിൽ റിച്ചസ് അതിനെപ്പറ്റി ഇങ്ങനെ சொல்லுது. ഓഫ് മിസ്റ്ററി അമംഗ് ദ ജെന്റൈൽ. ആ രഹസ്യം, ആ ധനമഹാത്മ്യം അത് ആരോട് சொல்லுക? ഇങ്ങനെ சொல்லுது ജെന്റൈൽസ് അല്ലെങ്കിൽ അന്യജാതിക്കാരായ നമ്മളോട് சொல்லிடுക. നമ്മൾ വിചാരിച്ചിരണം, നമ്മൾ അന്യജാതിക്കാരായോട് ആണ്ടവർക്ക് അടുപ്പം വന്നാച്ച്. അത് എപ്പടി വന്നാച്ച്? നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ ആണ്ടവരിൽ നിന്ന് ദൂരെ പോയിരുന്നു, നമുക്ക് ആണ്ടവരുടെ പക്കത്തിൽ വരുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. നമുക്ക് അങ്ങനെ ഇരുന്ന നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മളെ അടുപ്പിച്ചു, ദൈവത്തോടെ നമ്മളെ അടുപ്പിച്ചു, നമ്മളെ നിരപ്പിച്ചു. നമ്മൾ തകപ്പനായ ആണ്ടവരുമായിട്ട് നമുക്ക് ബന്ധം വന്നാച്ച്. നമുക്ക് ബന്ധം വന്നപ്പോൾ ആ തകപ്പനായ ആണ്ടവർ അതായത് നമുക്ക് നേസം നമ്മളോട് കാണിക്കുക മാത്രമല്ല അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എല്ലാമേ നമ്മളോട് പേശിടുവാണ്. എങ്കിൽ നമ്മൾ വാസിക്കുന്നത് എന്നത് നമ്മൾ വാസിക്കുന്നത് അതായത് തകപ്പനായ ആണ്ടവർ തൻ്റെ നേസം നമ്മളോട് കാണിക്കുമല്ല, അത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളെ കാണിച്ചാച്ച്. ആ പുത്രൻ മുഖാന്തരം നമുക്ക് ആ നേസം കിട്ടിയാച്ച്. അത് എപ്പടി ആ പുത്രൻ നമുക്ക് എപ്പടി നേസം തന്നാച്ച്? നമുക്ക് വേണ്ടി ആ മരക്കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപത്തിന് യാഗമായി അവൻ തീർന്നത് മൂലം നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വാസിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്നാ பண்ணണം? നമുക്ക് യാഗങ്ങൾ മൂലം നമ്മുടെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ ഒരു മൃഗത്തെ അല്ല, അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ അല്ല, അല്ല ഒരു മാടിനെ അല്ല നമ്മൾ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് എന്താ? ആണ്ടവർ താൻ, അവൻ തന്നെ നമുക്ക് വേണ്ടി, അവൻ പാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്നാച്ച്. ആര് യാഗമായി തീർന്നാച്ച്? അവൻ യാഗമായി തീർന്നാച്ച്. എന്തിന് യാഗമായി തീർന്നാച്ച്? നമ്മൾ അവരുടെ മക്കളായി തീരുവാൻ വേണ്ടി. അവൻ്റെ മക്കളായി തീർന്നപ്പോൾ നമ്മൾ പാപമില്ലാത്തവർ, നമ്മൾ കുറ്റമില്ലാത്തവർ, ദോഷമില്ലാത്തവർ, ദൈവത്തിൻ്റെ പ്രിയമാനവരായി നമ്മൾ തീർന്നാച്ച്. അവൻ്റെ പ്രിയമാനവരായപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുവാണ്. അവൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങൾ ആരോട് വെളിപ്പെടുക? ഈ അന്യജാതിക്കാരായ നമ്മളോട്, അല്ലെങ്കിൽ ജെന്റൈൽസ് ആയ നമ്മളോട്, അല്ലെങ്കിൽ യഹൂദ മതമായ വിശ്വാസികളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മളോട് അവൻ്റെ രഹസ്യങ്ങൾ തൻ്റെ ദാസനായ പൗലോസ് മുഖാന്തരം നമ്മളോട് പേശിടുക. അവൻ എന്തോ சொல்லுന്നത്? അവൻ്റെ മഹിമയുടെ ധനമഹാത്മ്യം നമുക്ക് പറ്റിയാണെങ്കിൽ சொல்லுது, which is Christ in you. அது என்ன சொல்லியா? ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളിൽ ആയിരിക്കുന്നു. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളിലായിരിക്കുന്നു. അതായത് അവൻ നമ്മളിലിരിക്കെ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് നമ്മളിലിരിക്കെ, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി നമ്മൾ ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇനിയോ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുടെ ആ മഹത്വം നമുക്ക് கிடைക്കും. അതായത് ആണ്ടവരുടെ പ്രത്യാശയുടെ മഹത്വത്തെ പറ്റിയാണ് എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് சொல்லுது.
നമുക്ക് പ്രത്യാശയുടെ മഹത്വം ആണ്ടവർ മൂലം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്തോത്രം, നമുക്ക് അവന് സ്തോത്രം പണ്ണാം, അവനെ നമുക്ക് അവനെ ജപിച്ചിടാം, അവനെ നമുക്ക് അവനെ മഹിഴ്ച നമുക്ക് നൽകിയിടാം. അവൻ നമ്മൾ കാണിച്ചത് അവൻ്റെ ധനമാഹാത്മ്യം, ആ മഹത്വത്തിൻ്റെ ധനമാഹാത്മ്യം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളൊന്ന് വിസാരിച്ച് നോക്കിക്കേ, യാതൊരു രീതിയിലും നമ്മൾ നരകത്തിൽ പോകേണ്ട അവസ്ഥയിൽ കാരണം നമ്മൾ നിത്യാഗ്നിയിൽ പോകേണ്ടിരുന്ന നമ്മൾ, അല്ലെങ്കിൽ നരകം നമുക്ക് വേണ്ടി വിധിച്ചിരുന്ന നമ്മൾ, അതിൽ നിന്നും നമുക്ക് ഒരു രീതിയിലും പുറത്തു വരുവാൻ പറ്റാത്ത നമ്മളോട് ആണ്ടവർ ചെയ്ത കാര്യം എന്നു ചൊല്ലിയാൽ അവൻ നമ്മളെ നേസിച്ചു. അവൻ നേസിക്കുക മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ അവൻ നമ്മൾ ചൊല്ലി. ആര് തൻ്റെ ഹൃദയത്തിൽ രഹസ്യം ചൊല്ലും? ഞാൻ എൻ്റെ ഹൃദയത്തിൽ രഹസ്യം ചൊല്ലണമെന്നുണ്ടെങ്കിൽ ആരോട് ചൊല്ലിടും? എനിക്ക് എൻ്റെ പ്രിയമാനവരോട് മറ്റും ഞാൻ ചൊല്ലും, അല്ലാതെ ഞാൻ എല്ലാവരോടും ഞാൻ ചൊല്ലാതെ. എൻ്റെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ അത് അപ്പടിയേ ഇരിക്കും. എന്നാൽ ആണ്ടവർ തൻ്റെ ഹൃദയത്തിൽ രഹസ്യം നമ്മളോട് വെളിപ്പെടുത്തി. എന്തുകൊണ്ട്? അവൻ നമ്മളോട് അത്രമാത്രം നേസപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം നമ്മൾ നേസിക്കുക. അതുകൊണ്ട് അവൻ നമ്മളോട് അവൻ്റെ ഹൃദയത്തിൽ രഹസ്യം അത് എന്ത്? അവൻ്റെ, അതായത് പ്രത്യാശയുടെ മഹത്വം, അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിൻ്റെ മഹത്വം നമുക്കിങ്ങനെ വാസിക്കുകയാണ്. 28-ാം വാക്യത്തിൽ whom we preach, ഞാൻ അപ്പോസ്തലൻ ഞാൻ ആരോടൊക്കെ ഞാൻ നിന്റെ ആണ്ടോടെ വചനം ചൊല്ലിയോ അവർക്കെല്ലാവർക്കും, അതായത് ആ വചനം മുഖാന്തരം എന്താ വെച്ച് നമുക്ക് അവൻ്റെ മഹത്വത്തെപ്പറ്റി ജ്ഞാനം ഉണ്ടായിരിക്കും. നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മഹത്വത്തിൻ്റെ ധനമാഹാത്മ്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വചനം നമുക്കറിയണം. അവൻ്റെ വചനം പിടിയാതെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അവൻ്റെ ആ ധനത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. whom we preach, ഞാൻ ആരോട് പ്രസംഗിച്ചാച്ച്, ആരോട് വചനം ചൊല്ലിയാച്ച് അവർക്ക് താൻ ഈ രഹസ്യം ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ആ മനസ്സിലെ ആ മർമ്മം, അല്ലെങ്കിൽ ആ രഹസ്യം നമ്മളോട് ചൊല്ലിയാച്ച്. അത് മറ്റുമല്ല നമ്മൾ എന്നെ വാസിക്കുന്നത്. whom preach warning every man, എല്ലാ മക്കളോടും അവൻ എന്നെ ചൊല്ലിയാച്ച്, അവൻ ചൊല്ലിയാച്ച്. 29-28-ാം വാക്യത്തിൽ അവൻ ഞങ്ങളെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിനെ നിർത്തേണ്ട. അത് എന്തിനു വേണ്ടിയെന്ന്? എവറി മാൻ ടീച്ചിങ് എവറി മാൻ ഇൻ ഓൾ വിസ്ഡം, അവർ എല്ലാ രീതിയിലുള്ള ബുദ്ധിയിലും കവിഞ്ഞു വരണം. അതായത് ആണ്ടവരുടെ ആ ധനമഹാത്മ്യം മൂലം അവൻ്റെ വിസ്ഡം, അല്ലെങ്കിൽ അവൻ്റെ ആ ജ്ഞാനം നമ്മളിൽ വെളിപ്പെട്ട് വരണം എന്നുമല്ല. ദാറ്റ് വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അത് മാത്രമല്ല, നമ്മൾ എന്നാ പറയണം? നമ്മൾ മറ്റുള്ളവരെയും അവൻ്റെ പരിപൂർണതയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവൻ സമ്പൂർണനായിരിക്കുന്നോ, അവൻ എപ്പടി പരിപൂർണനായിരിക്കുന്നോ, അല്ലെങ്കിൽ അവൻ എപ്പടി ഇരിക്കുന്നു, അതേപോലെ നമ്മുടെ വചനം, നമ്മളിൽ നിന്ന് കേൾക്കുന്ന വചനം കേൾക്കുന്നവരും അവരും പരിപൂർണരായി തീർന്നിടണം. അന്നേരം അപ്പടി ആകുമ്പോൾ ആ ദൈവത്തിൻ്റെ മർമ്മം നമ്മളോട് അവൻ പേശി, അവൻ്റെ സ്നേഹത്തിൻ്റെ, അവൻ്റെ നേസത്തിൻ്റെ വലിപ്പം എത്ര വലുത്, അവൻ നമ്മൾ കാണിച്ച നേസം എത്ര പെരുതെന്ന് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ അപ്പോസ്തലൻ പൗലോസ് ആ സത്യങ്ങളെല്ലാം നമ്മൾ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ എന്നാ ചൊല്ലുക? നമുക്ക് യാതൊരു രീതിയിലും അവൻ്റെ സന്നിധിയിൽ വരാൻ പറ്റാത്ത നമ്മളോട് അവൻ തൻ്റെ പ്രിയമാനവരായി നമ്മളെ തീർത്താച്ച്, അവൻ്റെ പ്രിയ സുഹൃത്തായി നമ്മളെ തീർത്താച്ച്, അവൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കി തീർത്താച്ച് അവരെടുത്ത് ആണ്ടവർ തൻ്റെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇരുന്ന മർമ്മങ്ങൾ നമ്മളോട് പേശിയാച്ച്. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനത്തിൽ നിന്ന് നമുക്ക് പിന്നെയും പഠിച്ചിടാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.